ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറവൽ സ്റ്റബാണ്. എന്താണ് സ്റ്റബ് എന്നല്ലേ, എന്തോ ഒരു പേര് പോലെ തോന്നുന്നുണ്ടോ? ലാറവൽ സ്റ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അല്ല ഇത് ഈ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലൊരു ഡെവലപ്പർ, ലാറവൽ ഡെവലപ്പർ. ഓക്കെ, അതായത് വെയിറ്റ് ചെയ്യും. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസും നിങ്ങൾ മിസ്സായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരു സീരീസ് ആയിട്ട് ചെയ്തു വരുന്നതാണ്. ലാറവലിൻ്റെ ബിഗിനർ ലെവലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ ആ സീരീസിൻ്റെ ഫസ്റ്റ് പോയിട്ട് അങ്ങോട്ട് എടുക്കുക. അതായത് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും കിടക്കുന്നത്, അത് പോയിട്ട് എടുത്ത് തുടക്കം തൊട്ട് കണ്ട ലാറവൽ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെബിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ സ്റ്റെബ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളതല്ലേ, അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ കോഡ് ത്രൂ തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിതാ ഒരു ലാറവലിൻ്റെ 9 വേർഷൻ എൻ്റെ കയ്യിലുണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. സോ PHP artisan make controller ലോഗിൻ കൺട്രോളർ. ഓക്കെ, ഞാൻ ലോഗിൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. സോ ആ കൺട്രോളർ ഇവിടെ വരും. ആപ്പിൻ്റെ അകത്ത് HTTPൻ്റെ അകത്ത് കൺട്രോളേഴ്സിൻ്റെ അകത്ത് ലോഗിൻ കൺട്രോളർ. ഈ ലോഗിൻ കൺട്രോളറിൻ്റെ അകത്ത് ഇതിവിടെ വന്ന് കിടപ്പുണ്ട്, ഇത് കണ്ടില്ലേ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോഗിൻ കൺട്രോളറിൻ്റെ ഈ പാർട്ട് എനിക്ക് ആവശ്യമില്ല. ഇത് കണ്ടോ, കൺട്രോളർ എക്സ്റ്റൻസ് എന്ന് പറയുന്ന ഈ കൺട്രോളറിൻ്റെ ആവശ്യമില്ല. ഈ റിക്വസ്റ്റിൻ്റെ നെയിം സ്പേസിനെ വിളിച്ചതും എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെ മതി എനിക്കൊരു കൺട്രോളർ. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങും. അടുത്ത കൺട്രോളർ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യും. അടുത്ത കൺട്രോളറിനും പോയിട്ട് ഈ ചേഞ്ച് ഇതേപോലെ വരുത്തിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് ഞാൻ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോളർ ആണെങ്കിലും മോഡലാണെന്നുണ്ടെങ്കിലും മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിലും ജോബ് ആണെന്നുണ്ടെങ്കിലും ഇവൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും മോഡലാണെന്നുണ്ടെങ്കിലും എല്ലാം എനിക്ക് വേണ്ടതുപോലെ വന്നാൽ മതിയല്ല. അല്ലാണ്ട് ലാറവൽ തീരുമാനിക്കുന്ന പോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ മാറ്റം വരുത്താനിരിക്കണം. അപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തൊക്കെ നേരെ പോയി സ്റ്റെപ്പ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജനറേറ്റ് ചെയ്ത് വരുന്നത് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങൾ ചെയ്യുന്ന കോഡ് ലെവലിലെ സ്റ്റാൻഡേർഡിൽ പോലെ ആയിരിക്കും ഇത് വരിക. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഈ ലോഗിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ അതിൽ നിന്ന് 2 എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിന് പകരം ഞാൻ ഇനി ഒരു സാധനം ചെയ്യാം. PHP artisan stub publish ഇങ്ങനെ പറഞ്ഞിട്ടൊരു കമാൻഡ് റൺ ചെയ്യണേ. സോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ റൂട്ട് ഫോൾഡർ. ഇതിൻ്റെ അകത്ത് നോക്കി എത്രയും ഫോൾഡേഴ്സ് ആപ്പ് ബൂട്ട്സ്ട്രാപ്പ് എല്ലാം കിടക്കുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഇത് എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയോ, ഇവിടെ ഒരു സാധനം വരും. ഇപ്പോൾ കണ്ട സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ വന്നിട്ടില്ലേ. ഈ സ്റ്റബ് പബ്ലിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ നമ്മുടെ റൂട്ട് ഫോൾഡറിൽ വന്നു. ഈ സ്റ്റബ് തുറന്നു നോക്കിയാൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് API കൺട്രോളർ, API കൺട്രോളർ, ഇൻവോക്കബിൾ മോഡലും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനുള്ളത്, കൺട്രോളർ പ്ലെയിൻ, ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഫാക്ടറി ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെന്തുവാ മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ, മാർക്ക്ഡൗൺ മെയിൽ, മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യാൻ, മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ കമാൻഡ് വെച്ചിട്ട് നമ്മൾ മേക്ക് കൺട്രോൾ എന്നുകൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് പോയിട്ട് വർക്കാകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഈ കൺട്രോളർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റബ് ഇത് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഞാനിപ്പം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് വന്ന സാധനം. ഇത് കണ്ടില്ലേ, അതായത് നെയിം സ്പേസ് ഏതാണെന്നുള്ളത് നെയിം സ്പേസ് വന്നു. ഞാനിതിന് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് അടിക്കട്ടെ. ഞാൻ ചെയ്ത് ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ സെറ്റ് അടിച്ച് സേവ് ചെയ്യുന്നു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നെയിം സ്പേസ് ഏത് നെയിം സ്പേസിലാണ് അത് ക്രിയേറ്റ് ആകുന്നത്, അത് നെയിം സ്പേസ് ഇവിടെ ജനറേറ്റ് ആയിട്ട് വരും. ദെൻ അതേപോലെ ഇവിടെ റൂട്ട് നെയിം സ്പേസ് നിന്ന് ആ നെയിം സ്പേസിനെ വിളിച്ചു വെക്കുന്നത്. ദെൻ HTTP ആ റിക്വസ്റ്റിനെ വിളിക്കുന്നത്. ദെൻ അതേപോലെ ക്ലാസ് നെയിം എക്സ്റ്റൻസ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതിൻ്റെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം വേണ്ട. വേണ്ട, പിന്നെന്താ, ഈ കൺട്രോളറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ സാധനവും വേണ്ട. അപ്പോൾ ഞാൻ എന്താക്കണം, എനിക്കത് ഇനി വരുന്ന ജനറേറ്റ് ചെയ്യുന്നതിലൊന്നും വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇതേപോലെ ഈ റിക്വസ്റ്റും എനിക്ക് വേണ്ട. ഇത്രയും സാധനങ്ങൾ എനിക്ക് വേണ്ട എന്നുള്ളത് ഞാനവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, സോ ഇത് കൺട്രോളറിൻ്റെ കേസ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതേപോലെ മൈഗ്രേഷൻ ഉണ്ട്, മോഡലുണ്ട്, ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇനി ഞാനൊരു കൺട്രോളറും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകും. ലോഗിൻ കൺട്രോളറിന് പകരം ഞാൻ എന്താക്കുന്നത്, ഡാഷ്ബോർഡ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ സ്റ്റബ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു, എൻ്റെ വേണ്ട പോലെ ആക്കി വെച്ചു. കൺട്രോളർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാനിപ്പോൾ കൺട്രോളറിൽ വന്ന് ഡാഷ്ബോർഡ് കൺട്രോളർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് നോക്കിയേ, അല്ലേ, ഞാൻ എന്താണോ വേണ്ടത്, എനിക്കിനി ഒരു ചേഞ്ചും വേണ്ട. എനിക്കിവിടെ നേരെ ഇനി പബ്ലിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി അങ്ങ് തുടങ്ങിയാൽ മതി. കൺട്രോളറിൻ്റെ മാറ്റമൊന്നും വരുത്തണ്ട. ഓക്കെ, മനസ്സിലായല്ലോ.
ഇതാണ് സ്റ്റബ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കൺട്രോളറിലേക്ക് വരുന്നത് എൻ്റെ ഒരു എക്സെപ്ഷണൽ കേസിൽ ഞാൻ ഈ എക്സ്റ്റൻസും ഇതും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് ആവശ്യമായിട്ട് വന്നു. ഇനി വേറൊരു കേസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മോഡൽ എന്ന് പറയുന്ന സാധനം, ഇവിടെ മോഡൽ പിവേർട്ട് വേണ്ട, മോഡൽ സ്റ്റബ്, ഇത് കണ്ടോ മോഡലിൻ്റെ സ്റ്റബ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മോഡൽ ക്ലാസ് എക്സ്റ്റൻസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതൊരു ക്ലാസ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ പ്രൈമറി കീ ഐ ഡി എന്നല്ല കൊടുക്കുക, അത് ഏത് ടേബിളാണോ അതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈമറി കീ ആണ് കൊടുക്കുക. സോ ലാറവലിന് അത് പറ്റത്തില്ല. ലാറവൽ എല്ലാ ടേബിളിൻ്റെയും പ്രൈമറി കീ ഐ ഡി ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്താക്കണം, എല്ലാ മോഡലിലും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എഴുതാൻ എന്തെന്ന് പ്രൊട്ടക്റ്റഡ് ഓവർറൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റഡ് $primary key is equal to എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും ഐ ഡി ആയിരിക്കും ഉണ്ടാവുക. സോ _ID എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാം. എൻ്റെ മുന്നേ ഇപ്പോൾ യൂസേഴ്സ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ യൂസർ ഐ ഡി എന്നായിരിക്കും, കസ്റ്റമേഴ്സ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഐ ഡി എന്നായിരിക്കും, ഓർഡേഴ്സ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ഐ ഡി എന്നായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് അത് ഏതാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നു. ഇനി എനിക്ക് എല്ലാ ടേബിളിനെയും നമ്മൾ ഫില്ലബിളിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് അത് ഇടാണ്ട് തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഗാർഡഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലബിൾ ഇടേണ്ട ആവശ്യമില്ല. സോ ഗാർഡഡ് ഡിഫോൾട്ട് എംറ്റി ആക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അതേപോലെ പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത്, പിന്നെ കാസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റഡ് ടേബിൾ നെയിം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് $ടേബിൾ എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കെ. ഇത് പോയി ഇത്രയും പിന്നെയും ടൈപ്പ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് എന്താക്കുക, നേരെ ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇനി ഞാൻ പോയിട്ട് PHP ആർട്സൺ മേക്ക് മോഡൽ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. മേക്ക് മോഡൽ അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് മോഡൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് മോഡൽസിൻ്റെ ഫോൾഡറിൽ പോയാൽ കസ്റ്റമർ വന്നിട്ടുണ്ട്. സോ കസ്റ്റമറിലേക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. സോ ഇതാണ് സ്റ്റബ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പണി എത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായിട്ടാവും വിചാരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ഞാനിത് ഫുള്ള് പറഞ്ഞു പോയാൽ ഇത് വീഡിയോ ഒന്നും തീരത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങളുടെ മറ്റേ നമ്മൾ പറഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും റിസോഴ്സ് കൺട്രോളർ ആണെന്നുണ്ടെങ്കിലും സീഡർ ആണെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ ആണെങ്കിലും മൈഗ്രേഷനിലേക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി ചെയ്ത് പഠിച്ചാൽ കറക്റ്റായിട്ട് ഐഡിയ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് എഴുതിയിട്ട് തരും കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്ഡേറ്റ് തന്നേക്കാം. അപ്പോൾ ശരി, എന്നാലും ബൈ.